പേര് പറയാവോ? എന്റെ പേര് കൊറോണ എസ്. ആ കൊറോണ. അപ്പം ഈ പേരും കൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരൂലേ? ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക പേരല്ലായിരുന്നു. അത് കൊറോണ എന്ന പേര്, കൊറോണ ഈ അടുത്ത കാലത്താണല്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത്. അതിനു മുമ്പേ ഉണ്ടായിരുന്നിരിക്കും അല്ലേ വൈറസ്? അതുകൊണ്ടാണോ ഇട്ടത്? അറിയില്ല. ഒരു അച്ഛനിട്ട പേരാ ഇത്, പള്ളിയിൽ അച്ഛനിട്ട പേരായിരുന്നു. അന്നേരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല. എല്ലാവർക്കും അങ്ങനെ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവർക്ക് പോലും അങ്ങനെ എന്റെ പേര് ശരിക്കും അറിയത്തില്ല. ടിനു എന്നാ എന്നെ വിളിക്കുന്നത്. ഈ സ്കൂളിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ കൊറോണ എന്നുള്ള പേര്. പക്ഷെ ഇപ്പോഴാണ് ഹിറ്റായത്, ഇപ്പോഴാ അത് വൈറലായത്. നമ്മുടെ അവിടുത്തെ തന്നെ ആദ്യമായിട്ട് കോട്ടയത്തായിരുന്നു ഒരു അപ്പച്ചൻ മരിച്ചത്, കൊറോണ വന്നു. അന്നേരം അവിടെ ഈ നമ്മുടെ വാർത്തക്കാർ വന്നപ്പോഴത്തേക്കിന് കൊറോണ എന്ന് പേര് തിരക്കി അവർ വന്നപ്പം അവർ പറഞ്ഞു അപ്പച്ചൻ മരിച്ചല്ലോ, അപ്പച്ചനെ അടക്കി. പിന്നെ അവർക്കൊന്നും അറിയില്ല എൻ്റെ പേര് അങ്ങനെയാണെന്ന് അവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പച്ചനെ അടക്കിയല്ലോ, അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു അല്ല പേരുള്ളൊരു കൊച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരിങ്ങനെ തിരക്കി നമ്മുടെ ആ കാലഘട്ടത്തിൽ കൊറോണയെ തേടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കൊറോണ ഉണ്ടായിരുന്നു അല്ലേ? കൊറോണ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ഇമ്പം തോന്നുന്നത് മാതാവിന്റെ പള്ളി എടുക്കലുണ്ടോ? അപ്പൊ പ്രപഞ്ചശക്തിയിലെ ആ അമ്മയുടെ രൂപത്തിലേക്കുള്ള ഒരു ഉച്ചാരണം ഫോണോളജി അനുസരിച്ച് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. കൊറോണ ആൾക്കാർ കൊന്നെടുക്കുന്ന ഒരു വൈറസ് ആയിരുന്നു. രൂപമുണ്ടെങ്കിൽ നാമമുണ്ട്, നാമം ഉണ്ടെങ്കിൽ രൂപമുണ്ട്. ആ പ്രാപഞ്ചിക ശക്തിയെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കൊറോണ എന്ന് പറയുന്ന പേര് ഇപ്പൊ പോസിറ്റീവ് ആണോ എന്നാണ്? പോസിറ്റീവ് തന്നെയാണ്, നോ ഡൗട്ട്. ഞങ്ങളെല്ലാരും ഞെട്ടി. അതുകൊണ്ടാണല്ലോ ഞാനിപ്പം ചോദിച്ചത് അമ്മ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു, മാതാവിന്റെ പള്ളി ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ നിഷേധിച്ചില്ല. അവിടെ ഉണ്ടല്ലോ. ഞാൻ കക്ഷി ഇപ്പൊ ആദ്യമാണ് കാണുന്നത്. എന്റെ പേര് കൊറോണ എസ് എന്നാ, COVID-19 എന്നാ മറ്റേത്. അന്നേരം എസ് എന്നുള്ള അക്ഷരം ഇംഗ്ലീഷിൽ എത്രാമത്തെ അക്ഷരമാ? എത്രാമത്തെ അക്ഷരം? എസ് 19ാമത്തെ ലെറ്റർ ആണ്. COVID-19 ആണ് നമുക്ക് വന്ന ഏറ്റവും വലിയ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചല്ലോ, മാതാവിന്റെ പള്ളി ഉണ്ടെന്നോ, അതിലെന്താ അത്ഭുതപ്പെടാൻ? ഇങ്ങനെ പലതും നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ ഇപ്പം കോട്ടയത്തെ രീതി വെച്ചിട്ടാണെങ്കിൽ എല്ലായിടത്തും പള്ളികളുണ്ട്, മുക്കിന് പള്ളികളുണ്ട്. അവിടെയൊക്കെ മാതാവിന്റെ ഇതുമുണ്ട്, രൂപമുണ്ട്. ചെറിയൊരു അവിടെ കറക്റ്റ് ചെയ്ത് കൊറോണ എന്ന് വെച്ചാൽ 24 4 2 6 അമ്മ മനസ്സിലാക്കി വെക്കുക. പ്രപഞ്ചത്തിൽ നമ്മൾ നമ്പർ എന്ന് പറയുന്ന സിസ്റ്റം കാണുമ്പോൾ അതിനകത്തുള്ള നിഗൂഢമായി മറ്റു പലതും ഉണ്ട് നമുക്ക് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് വിചാരിച്ച് അന്ധവിശ്വാസത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനിയും സെബാസ്റ്റ്യനോസിന്റെ പള്ളിയും സമീപത്തുണ്ടെന്നായിട്ട് കാണുന്നു. ശരിയാണ്. എങ്ങനെ ഞാൻ കണ്ടെത്തി? അപ്പൊ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ശാസ്ത്രം കൊണ്ട് നെകളിക്കണ്ട, നമ്മുടെ കൺട്രോളിന് അപ്പുറത്തായിട്ട് പലതും ഉണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ചട്ടെ, ഇപ്പൊ കൊറോണ നമുക്കെല്ലാം നെഗറ്റീവ് ആണ്, കൊറോണ എങ്ങനെ പോസിറ്റീവ് ആകുമെന്നാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. പോസിറ്റീവ് അദ്ദേഹത്തെ സംബന്ധിച്ച് കൊറോണ വന്നോ? വന്നെങ്കിലും വലിയ പ്രതിസന്ധി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? മാതാവും സെബാസ്റ്റ്യനോസിന്റെ രക്ഷകനായിട്ടുണ്ടായി. സമയത്തിന് ആരോഗ്യവകുപ്പ് നന്നായിട്ടുള്ള നിർദ്ദേശം